ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം ഇപ്പോൾ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലാണുള്ളത്. പൊതുദർശനം പുരോഗമിക്കുകയാണ്. കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ MP, നടൻ ജയസൂര്യ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം 12 മണിയോടെ ഇടപ്പള്ളി പൊതു ശ്മശാനത്തിൽ സംസ്കരിക്കും. വിവരങ്ങളുമായി നവമി ദിനേശും ഡാനി പോളും ചേരുന്നു. നവമി, രാവിലെ മുതൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ മത ജാതി വ്യത്യാസമില്ലാതെ ഇങ്ങനെ ഒരു ഭീകരാക്രമണത്തിനിരയായ രാമചന്ദ്രൻ്റെ മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതാണ്. ഇടപ്പള്ളിയെ സംബന്ധിച്ച് തന്നെ അതൊരു വലിയ ദുഃഖമാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ യാത്ര അയക്കുന്നത്? ശ്രീജ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇടപ്പള്ളി ഒന്നാകെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. ഇടപ്പള്ളി മാത്രമല്ല, നമുക്ക് കേരളത്തിൽ നിന്നും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്താവുന്നവരെല്ലാവരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. 9:30 മണിവരെയാണ് ഇവിടെ പൊതുദർശനം ഉണ്ടാകുക എന്നാണ് ആദ്യം അറിയിച്ചെങ്കിലും അത് അല്പം നീളാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ എല്ലാവർക്കും ഇവിടേക്ക് എത്തണമെന്ന ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ നാടിനു വേണ്ടി, അല്ലെങ്കിൽ ഭീകരരുടെ ആക്രമണത്തിന് ഇരയായി വന്ന നമ്മുടെ സ്വന്തം സഹോദരനെ, അത് ആദ്യം നേരത്തെ മേയർ പറഞ്ഞതുപോലെ ഇവിടേക്ക് ആദ്യം ഇടപ്പള്ളിക്കാർ എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും പരസ്പരം അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ അങ്ങനെ ഇടപ്പള്ളിക്കാരെന്നല്ല, ഇന്ത്യക്കാരെന്ന ഒറ്റ മനസ്സോടുകൂടിയാണ് നമ്മൾ വന്നത്. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ ഭീകരർ കൊന്നൊടുക്കിയപ്പോൾ നമുക്കത് കണ്ണീരോടെ അല്ലാണ്ട് അത് കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത്രയേറെ വേദനയുണ്ട് അദ്ദേഹത്തിന്. ആ കുടുംബത്തിന്റെ വേദനയോടൊപ്പം നിൽക്കണമെങ്കിൽ നമ്മൾ ഇവിടേക്ക് എത്തണം എന്ന ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ എല്ലാവരും, അത് രാഷ്ട്രീയം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നുള്ളതൊന്നും അല്ല ഇവിടെ പ്രാധാന്യം. രാഷ്ട്രീയമോ ജാതിയോ മതമോ അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ നമ്മൾ ഇന്ത്യക്കാർ, നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടണം. അല്ലെങ്കിൽ നമ്മുടെ സഹോദരന് വന്ന ദുഃഖത്തിൽ ആ കുടുംബത്തിനൊപ്പം നമ്മൾ ഒപ്പം തന്നെ നിൽക്കണം, അവരുടെ ദുഃഖത്തിന് നമ്മളും പങ്കുചേരണമെന്ന ഒറ്റ മനസ്സോടെ ഒഴുകിയെത്തുകയാണ് ഈ ചങ്ങമ്പുഴ പാർക്കിലെ ഈ പൊതുദർശന ഇടത്തിലേക്ക് ആളുകൾ എല്ലാവരും നിറകണ്ണീരോടെയാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. രാമചന്ദ്രനെയോ കുടുംബത്തെയോ പരിചയമുള്ളവർ മാത്രമല്ല ഇവിടെ എത്തിയത്. കണ്ണൂരിൽ നിന്ന് വരെ വന്നവരെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. അവരൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സഹോദരന്, നമ്മുടെ ഒരു മലയാളിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യക്കാരന് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ആ കുടുംബത്തിന്റെ ദുഃഖത്തിന് നമ്മളല്ലാതെ മറ്റാരാണ് പങ്കുചേരേണ്ടതെന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പുലർച്ചെ കണ്ണൂരിൽ നിന്നുമൊക്കെ കൊച്ചിയിലേക്ക് എത്തുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തുന്നവരുണ്ട്. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നവരുണ്ട്. മകനും മകളും ഭാര്യയും കൊച്ചുമക്കളും ഒക്കെ ഇവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയുണ്ട്. ഇനിയും അദ്ദേഹത്തിനെ ഒരിക്കലും കാണാൻ കഴിയില്ലല്ലോ എന്നൊരു വിഷമം ആ ഭാര്യയ്ക്കും മകൾക്കും ആ കുടുംബത്തിനുമുണ്ട്. അത്രയേറെ ദുഃഖമാണ് ഇവിടെ എല്ലാവർക്കും. ചെറുപ്പം മുതൽ തന്നെ RSS പ്രവർത്തനമുണ്ടായിരുന്നു. അതിനുശേഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഒരു വിശ്രമ ജീവിതത്തിലേക്ക് തിരിച്ച് സ്വന്തം നാട്ടിൽ ഇടപ്പള്ളിയിൽ വന്നു. പലതവണ ഈ ചങ്ങമ്പുഴ പാർക്കിൽ, അല്ലെങ്കിൽ ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു. രാവിലെ നടത്തത്തിൽ ഇവിടെ വരുമായിരുന്നു. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തനിക്ക് വീണ്ടും താൻ ഈ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അത് ചേതനയേറ്റ ശരീരമായിട്ടാണ് വരിക എന്ന് അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ നഷ്ടപ്പെടും. അതായത് സന്തോഷത്തോടെ വിനോദയാത്രയ്ക്ക് പോയതാണ് രാമചന്ദ്രനും കുടുംബവും. തിരികെ എത്തുന്നത് ഈ സ്ഥിതിയിലാണെന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവരോ ആ നാട്ടുകാരോ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. അത്രയേറെ ദുഃഖമുണ്ട് ഈ ഓരോ നാട്ടുകാർക്കും. അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിന്റെ എല്ലാ പരിപാടികളിലും ഒന്നു ചേർന്ന് ഒരുമിച്ച് തീരുമാനമെടുക്കുന്ന, അതിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ ചേട്ടൻ ഇന്ന് നമ്മൾക്കൊപ്പമില്ല. അതും ഇത്രയും ദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്നറിഞ്ഞ് വളരെ ദുഃഖത്തോടു കൂടിയാണ് എല്ലാവരും നിറക്കണ്ണുകളോടുകൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവർക്ക് ഇനി ഒരിക്കലും തന്റെ രാമചന്ദ്രൻ ചേട്ടൻ ഞങ്ങളോടൊപ്പം
ഞങ്ങളോടൊപ്പം ഉണ്ടാകില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ നമ്മൾ ഇവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ സാംസ്കാരിക മേഖലയിലെ രാഷ്ട്രീയ മേഖലയിലെ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. നടൻ ജയസൂര്യ അടക്കമുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയായിരുന്നു. കേരള ഗവർണർ, ഗോവ ഗവർണർ, മന്ത്രിമാരായിട്ടുള്ള പി രാജീവ്, എ കെ ശശീന്ദ്രൻ, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ MLA അനൂപ് ജേക്കബ് MLA, ബെന്നി ബെഹനാൻ MP, അങ്ങനെ ഹൈബീഡൻ MP, അങ്ങനെ എല്ലാവരും എത്ര അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു ആശ്വാസം നൽകുവാൻ ഇവിടെ എത്താൻ കഴിയുന്നവരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കരഞ്ഞ് തളർന്നിരിക്കുന്ന ഭാര്യയും മകളും മകളുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം അച്ഛന് വെടിയേറ്റത്, അല്ലെങ്കിൽ അച്ഛന്റെ ജീവൻ നഷ്ടമാകുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന മകളും പേരക്കുട്ടികളും. ആ കുട്ടികളുടെ കരച്ചിൽ, ഈ മൃതദേഹം ഇവിടെ എത്തിച്ച സമയത്ത് ആ കുട്ടികളുടെ കരച്ചിൽ കണ്ടു നിന്നവരുടെ എല്ലാവരുടെയും കണ്ണ് നിറയ്ക്കുന്നതായിരുന്നു. കാരണം തങ്ങളുടെ മുന്നിൽ വെച്ചാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അപ്പൂപ്പനെ ഇങ്ങനെ ഭീകരർ വെടിവെച്ച് കൊന്നത്. ആ കുട്ടികളുടെ അതിൽ നിന്നുണ്ടാകുന്ന ആ പേടി, അല്ലെങ്കിൽ ആ കുട്ടികളുടെ ആ ഞെട്ടൽ ഇപ്പോഴും അവരിൽ നിന്ന് വിട്ട് മാറിയിട്ടില്ല. അമ്മയോട് ചേർന്ന് നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മളിവിടെ കാണുന്നത്. അവർക്ക് പൊട്ടിക്കരയുകയായിരുന്നു ഈ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ. ആ കുട്ടികളും മകളായിക്കോട്ടെ, ഇന്നലെ നമ്മൾ സധൈര്യത്തോട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയുകയും ആ മകളുടെ, ആ ദൃക്സാക്ഷിയാകേണ്ടി വന്ന മകളുടെ ഒരു വാക്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭജനത്തിനൊക്കെ കാരണമാകുന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ നമ്മൾ അത്തരത്തിലുള്ളൊക്കെ ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ പോലും വളരെ സംയമനത്തോടുകൂടി വളരെ പക്വമായിട്ടാണ് ആ മകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതും ജമ്മു കാശ്മീരിലെ ഡ്രൈവർമാരായിട്ടുള്ളവർ 2 പേർ, അവർ തന്റെ സഹോദരൻ, തന്റെ അനിയനെയും ജ്യേഷ്ഠനെയും പോലെ തന്നെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തിത്തരുന്നതിനു വേണ്ടി ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വളരെ പക്വമായിട്ടുള്ള ആ മകളുടെ മറുപടി, അത്രേ ധൈര്യത്തോടുകൂടി ഇന്നലെ കണ്ട മകളെ പക്ഷേ ഇന്ന് നമ്മൾ കാണുമ്പോൾ കരഞ്ഞ് തളർന്ന് സ്വന്തം അച്ഛനെ പേര് വിളിച്ചുകൊണ്ട് അച്ഛ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് കരയുന്ന മകളെയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇവിടെ എത്തുന്നവർ എല്ലാവരും തന്നെ ജയ് വിളികളോടുകൂടി അദ്ദേഹത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നമ്മളെല്ലാവരും ഉണ്ടെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജയ് വിളികളോടും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് അത്രയേറെ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്, അദ്ദേഹത്തെ കാണാൻ എത്തുന്നവർ. കാരണം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് എതിരായിട്ടുള്ള, നമ്മളുടെ സഹോദരങ്ങൾക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ പോരാടുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉറക്കി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും എത്തുന്നത്. രാമചന്ദ്രന്റെ കുടുംബത്തിന് തങ്ങളാൽ കഴിയുന്ന ഒരു ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി എത്തുന്നവർ ഇവിടെയുണ്ട്. അങ്ങനെ കുടുംബക്കാരെല്ലാവരും വലിയ വിഷമത്തോടെ കരഞ്ഞു തളർന്ന് ഇവിടെ ഇരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളും രാമചന്ദ്രനെ കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. 12 മണിയോടുകൂടിയായിരിക്കും സംസ്കാരം. ഇവിടെ 9:30യോടുകൂടി പൊതുദർശനം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി അതും നീളാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയേറെ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിൽ അദ്ദേഹത്തെ സംസ്കരിക്കുക. മകനാണ് അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കാരം. ഒപ്പം അദ്ദേഹത്തിന്റെ ഈ മരിച്ച് ഒരു ദിവസം, അതായത് ബുധനാഴ്ച വൈകുന്നേരം മൃതദേഹം ഇവിടെ എത്തിക്കുന്നു എങ്കിൽ പോലും വിദേശത്തുള്ള സഹോദരൻ വരണം എന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അതിനുശേഷമായിരിക്കും സംസ്കാരം എന്ന് പറഞ്ഞു. സഹോദരൻ വരാൻ കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ന് രാവിലെ 7 മണിയോടുകൂടി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനായി മൃതദേഹം ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേര്. ചേട്ടാ, രാമചന്ദ്രൻ ചേട്ടനെ അറിയോ? അറിയാം. എങ്ങനെയാ പരിചയം? നിങ്ങൾ ഒരേ നാട്ടുകാർ? ഞാൻ 10-40 കൊല്ലമായിട്ട് ഇവിടെ അടുത്ത് താമസിക്കുകയാണ്. എന്റെ മകൻ വീട് വെച്ചിരിക്കുന്നത് രാമേന്ദ്രന്റെ വീടിന്റെ തൊട്ടടുത്ത് അവിടെ. നല്ല പരിചയമുണ്ട്. നല്ലൊരു മനുഷ്യനായിരുന്നു. എന്ത് ചെയ്യാൻ, ഓരോ വിധി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദുഃഖമുണ്ട്. വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ പിന്നെ ഓടി നടന്ന ആളാണ്. എന്ത് ചെയ്യാൻ, നല്ല കാര്യം മോളെ. അങ്ങനെ അദ്ദേഹത്തോട് തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ പ്രതികരിച്ചത്. അവർക്കൊക്കെ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ വാർത്ത എല്ലാവരും കേട്ടത്. അങ്ങനെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ ഇങ്ങോട്ടേക്ക്
എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ട സൗകര്യമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുടുംബം തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ മറ്റ് ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാരമുണ്ടാകുക. മകൾ ഇന്നലെ കൃത്യമായി പറഞ്ഞതാണ് എന്താണെന്ന് സംഭവിച്ചതെന്ന് മകൾ പറഞ്ഞതാണ്. മകൾ മുമ്പിൽ ദൃക്സാക്ഷിയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിഞ്ഞതിന്. അങ്ങനെ സ്വന്തം ഭാര്യ ഷീല ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ അവരോട് ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. അച്ഛൻ രാമചന്ദ്രൻ മരിച്ചു എന്ന കാര്യം അമ്മ ഷീലയോട് പറഞ്ഞിരുന്നില്ല. കാരണം അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പറയാതിരുന്നു. അച്ഛൻ ആശുപത്രിയിലാണ്, ചെറിയൊരു അപകടം പറ്റിയെന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അവസാനം ഈ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് മാത്രമാണ് അച്ഛൻ ഇങ്ങനെ മരിച്ചു, ഭീകരരുടെ വെടിയേറ്റ് മരിച്ചു എന്ന കാര്യം മകൾ പറയുന്നുള്ളൂ. അതിനിടയിലും ഹോട്ടൽ മുറിയിലെ TV ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ കട്ട് ചെയ്യാൻ പറയുന്നു. മകൾ ആരതിയെ കാണാനെത്തുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ പറയുന്നത് ദയവ് ചെയ്ത് അമ്മയോട് ഇക്കാര്യം പറയരുത്, കാരണം അമ്മയ്ക്ക് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണെന്ന് പറഞ്ഞുകൊണ്ട് അത്രയേറെ മകൾ ശ്രദ്ധിച്ചിരുന്നു അമ്മ ഈ വാർത്ത അറിയാതിരിക്കാൻ. സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വേദന ആ മകൾക്കുണ്ട്. ആ സംഭവം നടക്കുന്ന സമയത്ത് അച്ഛന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്ന, അച്ഛൻ മരിച്ചു എന്ന് മനസ്സിലായി അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയായിരുന്നു മകൾ. പക്ഷേ ഭീകരർ തന്റെ നേർക്കും തോക്ക് ചൂണ്ടി തന്റെ കുട്ടികൾ കരഞ്ഞു നിലവിളിച്ചു രക്ഷിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഭീകരർ തന്നെ ഒന്നും ചെയ്യാതെ വിട്ടയച്ചതെന്നാണ് മകൾ പറയുന്നത്. അതിനുശേഷം 2 കുട്ടികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളമാണ് ആ മകൾ ആരതി ഓടിയത്. അതിനുശേഷം ആളുകളെ കാണുന്നുണ്ട്, അവരോട് ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. പെട്ടെന്ന് റേഞ്ച് വന്നപ്പോൾ ഫോണിന്റെ റേഞ്ച് ഇല്ല. പെട്ടെന്ന് വന്നപ്പോഴാണ് ഈ ഡ്രൈവറെ അവരവിടെ എത്തിച്ച ഡ്രൈവറെ വിവരം അറിയിക്കുന്നു. ഡ്രൈവറാണ് പിന്നീട് ഇവരെ ഹോട്ടലിലേക്ക് എത്തിച്ചതും പിന്നീട് അച്ഛന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ സഹായിച്ചത് ഈ ഡ്രൈവർമാരായിരുന്നു. അവരെ